സർ, ഇന്നലെ രസകരമായ ഒരു വാർത്ത കണ്ടു. സാക്ഷാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നല്ല ചുട്ട മറുപടി. അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, കണ്ണാടി നോക്കണം, അച്ഛന്റെ ബോഡി ലാംഗ്വേജ് ഒന്നും ശരിയല്ല, അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മാധ്യമങ്ങളോട് പെരുമാറണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ ഗോവിന്ദന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വിമർശനം വന്നിരിക്കുന്നു. പക്ഷെ സമയം കഴിഞ്ഞുപോയി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമയം കഴിഞ്ഞുപോയി. ഒരു മാറ്റം ഇനിയെങ്കിലും ഉണ്ടാകുമോ? ഈ പാർട്ടിക്കൊരു വ്യത്യാസമുണ്ട്. എല്ലാവരും ഇപ്പൊ ചോദിക്കും, ഇത് സ്ഥിരം പറയണേ എന്തിനാണ്? പക്ഷേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പൊ ഒരു മാറ്റം ഉണ്ടാവുമോ സർ? തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം ഉണ്ടാകുമെന്നും ഒരു പുതിയ ഇടതുപക്ഷം എന്നുവെച്ചാൽ ഇത് പുതിയൊരു രൂപത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കുമെന്നും അങ്ങനെ നിലനിൽക്കുക വഴി കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ അത് പുഷ്ടിപ്പെടുത്തുമെന്നും. കാരണം കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായിരുന്ന എല്ലാ കാലത്തും ഇവിടെ വന്ന എല്ലാ പാർട്ടികളും ഇടതുപക്ഷത്തോട് ഇടതുപക്ഷ മനോഭാവമാണെന്ന് പറയേണ്ടി വന്നു. അതാണ് കേരളത്തിൻ്റെ പൊതു ഒരു ധാര. ആ പുരോഗമന ധാര നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാവണം. പക്ഷേ ഇടതുപക്ഷം ഇപ്പോൾ കുറെ കാലമായിട്ട് അവരാണ് വലതുപക്ഷം എന്ന രൂപത്തിലാണ് അവരുടെ നയങ്ങളും നടപടികളും പോകുന്നത്. ശരീരഭാഷയിൽ മാത്രമല്ല, നയങ്ങളിലും നമ്മളത് വേണം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ശരീരഭാഷ ഒരു പ്രധാനമാണ്, പക്ഷെ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശരീരഭാഷയും ധാർഷ്ട്യവും ധൂർത്തുമൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോൾ MV ഗോവിന്ദന്റെ മകൻ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പാർട്ടിക്കകത്ത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ലോ മുമ്പ്. പാർട്ടിക്കാർക്ക് ആർക്കും ധൈര്യമില്ല. ജനാധിപത്യപരമായി അങ്ങ് ചെയ്യുന്നത് ശരിയല്ല സഖാവെ, ഒരു പ്രശ്നമുണ്ട്, സഖാവിൻ്റെ ഭാഷയിൽ പ്രശ്നമുണ്ട്, സഖാവിൻ്റെ ചേഷ്ടകളിൽ പ്രശ്നമുണ്ട്, ഒരു മുഖത്തിൻ്റെ ഭാഷയിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയണം. ഇതിനു ശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാ. അദ്ദേഹം പറഞ്ഞു, ഞാനത് തിരുത്താൻ ശ്രമിക്കുമെന്ന്. അതായത് ചെയ്തുകൊണ്ടിരുന്നത് മോശമായിരുന്നു എന്നുള്ളത് മൂപ്പർക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല, മോശമായിരുന്നു എന്ന് മകൻ പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഇത്രയും ഒരു സംഘടിതമായ, വളരെ കൃത്യമായ സംഘടനാശീലമുള്ള, സംഘടനാ ശൈലിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവിന് ഒരു പിഴവുണ്ടായാൽ അത് തിരുത്താൻ അയാളുടെ ഘടകങ്ങളോ അതിന് മുകളിലുള്ള ഘടകങ്ങളോ ചെയ്യും. സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ താഴെയുള്ള ഘടകത്തിന് ചെയ്യാൻ പറ്റില്ല, മുകളിലെ ഘടകങ്ങളാണ് ചെയ്യുക. പക്ഷേ താഴെയുള്ള ഘടകങ്ങളിൽ നിന്ന് ധാരാളം പരാതികൾ, അങ്ങനെ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ, കഴിഞ്ഞ 10 വർഷമായി, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഇതിൻ്റെ സെക്രട്ടറി ആയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഏതെങ്കിലും സഖാവ് ഏതെങ്കിലും തലത്തിൽ പാർട്ടി ഉയർത്തിയിട്ടുണ്ടോ? വീട്ടിലെ കാര്യം പോട്ടെ, വീട്ടിൽ പിന്നെ എന്തായാലും അച്ഛനോട് മകന് പറയാനൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു സഖാവിന് ആ സ്വാതന്ത്ര്യം ഇല്ല, അതുണ്ടായില്ല. അപ്പം മകന് തോന്നിയെങ്കിൽ കേരളത്തിലെ 10,000-കണക്കിന് സഖാക്കൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? പല പല തട്ടുകളിലുള്ള ഇതൊക്കെ എല്ലാവരും TV കാണുന്നതല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളയിൽ സമരകാലത്ത് ഇപ്പോൾ ഗോവിന്ദൻ ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന അതിനാണ്. അപ്പം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാവരും കണ്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ വിടുന്നത്. അദ്ദേഹം പറഞ്ഞത് ശുദ്ധ അസംബന്ധവും ആണ്. കാരണം തൃത്താലയിൽ നിന്ന് ഷൊർണൂർ കൊണ്ടുവന്ന അപ്പം കൊച്ചിയിൽ വിറ്റ് തിരിച്ചു പോകാന്നൊക്കെ പറയണ എന്തൊരു, അതിൻ്റെ എത്ര ലക്ഷം അപ്പം ഉണ്ടെങ്കിലാണ് ആ ചാർജ് മുതലാവുക എന്നുള്ളത് ആലോചിക്കണം. ലാഭം എത്ര രൂപ കൊടുക്കണം? ഈ ഷൊർണൂർ അതിൻ്റെ സ്റ്റേഷനില്ല. ഞാൻ പറഞ്ഞ് സാങ്കേതികമായും അതിൻ്റെ ആശയപരമായി തെറ്റാണ്. നാട്ടിലെ പാവപ്പെട്ടവർക്ക് അപ്പം കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കേരയിൽ ഉണ്ടാവുക എന്നത് അസംഭാവ്യമാണ്, അസംബന്ധവുമാണ്. ഇത് അദ്ദേഹത്തിന് ഒരു മടിയുമില്ലാതെ പറയാൻ കഴിയുക. ഇതിനെ ന്യായീകരിക്കുന്ന കുറെ വലിയ ന്യായീകരണ തൊഴിലാളികൾ, അദ്ദേഹത്തിന് മകൻ ന്യായീകരിച്ചോ എന്ന് എനിക്കറിയില്ല, സാമാന്യ ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ അതങ്ങനെയല്ലേ ശരി, പാവപ്പെട്ടവനെ തൃത്താലേന്ന് അപ്പം കൊണ്ടുപോകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ആളുകൾ. ഇവരൊക്കെ ഈ ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്തതല്ലേ? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തൊരു ഗോവിന്ദൻ പിന്നെ വേറെന്താ ചെയ്യുക? ഇതാണ് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച ഒരു പ്രധാന പ്രശ്നം വ്യക്തി ആരാധനയാണ്. ആ വ്യക്തി ആരാധന അവരറിയാതെ തന്നെ അതിൽ വരികയാണ്. ഇപ്പോൾ പിണറായി വിജയൻ നിയമിച്ച ആളാണ് ഗോവിന്ദൻ, പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളാണ് ഗോവിന്ദൻ. അത് വന്നാൽ പിന്നെ ഗോവിന്ദന് ഒരു കുറ്റമില്ല, ഗോവിന്ദനും ഇല്ല, വെള്ളാപ്പള്ളി നടേശനും ഇല്ല. പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ ആർക്കും ഒരു കുറ്റമില്ല, സജി ചെറിയാനും കുറ്റമില്ല, ആർക്കും കുറ്റമില്ല. പിന്നെ അവർ ചെയ്യുന്ന ഒക്കെ കറക്റ്റാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല, ഒരു പാർട്ടിയുടെ രീതിയല്ല. ഞാൻ പറയുന്നത് ഒരു പാർട്ടിയുടെയും രീതിയല്ല, കോൺഗ്രസിന് ഒട്ടുമല്ല. അല്ല, അവതാരങ്ങളെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞത് പിണറായിയാണ്. പക്ഷേ പിണറായി തന്നെ ഒരു അവതാരമായിട്ട്
വരുന്ന കാഴ്ച സ്തുതിപാഠകർ, ഈ സ്തുതിപാഠകരാണ് സത്യത്തിൽ ഈ പാർട്ടിയെ നശിപ്പിച്ചത്. അല്ല, സ്തുതിപാഠകർ മാത്രമല്ല, സ്തുതിപാഠകരുണ്ടെങ്കിലും പാർട്ടിക്ക് ഒരു സംഘടനാ രീതിയുണ്ട്. ആ സംഘടനാ രീതിയെ ഓവർടേക്ക് ചെയ്ത് പിണറായി വിജയൻ എന്ന വ്യക്തി അതിനെ മിതവരെയാണ്. ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് പിണറായി വിജയന് എന്തിനാണ് എക്സെപ്ഷൻ കൊടുത്തത്? ബാക്കി നേതാക്കൾക്ക് ഒന്നുമില്ലാത്ത എക്സെപ്ഷൻ പിണറായി വിജയന് കൊടുത്തത് എന്തിനാ? അതൊരു പ്രധാന ചോദ്യം. മുഖ്യമന്ത്രിയാവാനാണ് കൊടുത്തത്. സുധാകരൻ ചോദിക്കുന്നുണ്ട്, എം മണി ചോദിക്കുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. ശ്രീമതി ടീച്ചറും പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ പിണറായി വിജയന് മാത്രം എക്സെപ്ഷൻ കൊടുക്കാൻ? എന്താണ്? അപ്പൊ ഇവരെന്താ തീരുമാനിച്ചത്? പിണറായി വിജയൻ മഹാനാണ്, അവതാരമാണ്, ദൈവമാണ്, അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ നാട്ടുകാരൊക്കെ ഒന്ന് വോട്ട് ചെയ്യും, അതുകൊണ്ട് നമ്മൾ ജയിക്കും, മൂന്നാം പിണറായി സർക്കാർ വരും, ഞാനല്ലാതെ മറ്റാരുണ്ട്? ഈ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡിനെ ഒരാൾ പോലും ചോദ്യം ചെയ്തല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു ജനാധിപത്യ വ്യവസ്ഥ. ഞാൻ പറഞ്ഞ സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ മാവോയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലല്ലോ ഇത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിരന്തരം സംവദിക്കുന്ന, നിരന്തരം കാണുന്നൊരു പാർട്ടിയല്ലേ. ആ പാർട്ടിയിൽ എന്തുകൊണ്ട് ഒരാൾ ചോദിച്ചില്ല ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത്? അത് ആ പാർട്ടിയോട് ചെയ്യുന്ന അവമാനമല്ലേ? പാർട്ടിയിലുള്ള മറ്റാളുകളോടുള്ള അപമാനമല്ലേ? ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് EMSന്റെയോ AKGയുടെയോ കാലത്തൊന്നും ഇത് പറഞ്ഞിട്ടില്ല, ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന്. സാർ, ഇതെല്ലാം പറഞ്ഞ ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടു ഒരു നേതൃമാറ്റം വേണം എന്നുള്ളത് അണികളിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. നമ്മൾ പോലും പലപ്പോഴും എത്ര ദിവസമായിട്ട് ഇപ്പോൾ ഇതേ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും, പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ ടോപ്പിക് ഇല്ലായ്മയല്ല, ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. ഇത് എപ്പോഴെങ്കിലും ഇവരുടെയൊക്കെ ചെവിയിലേക്ക് എത്തുമെന്നുള്ളത് കരുതിയിട്ട് കൂടിയാണ് നമ്മൾ ഇതെല്ലാം എടുത്ത് ചർച്ചയ്ക്ക് വെക്കുന്നത് പോലും. അപ്പോൾ നേതൃമാറ്റം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് അണികൾ ആവശ്യപ്പെടുന്നുണ്ട്. പല ഘടകങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചും നേതാക്കൾക്കിടയിൽ പോലും ആവശ്യമായിട്ട് ഉയർന്നു വരുന്നത് നേതൃമാറ്റമാണ്. മാറിക്കൊടുക്കാൻ എന്തിനാണ് ഇത്രയും മടി? അല്ല, മാറിക്കൊടുക്കാൻ മടി വ്യക്തിപരമല്ല, വ്യക്തിപരമുണ്ട്, അല്ലാതെയുണ്ട്. വ്യക്തിപരമായ ചില ഘടകങ്ങൾ ഉണ്ടാവാം. പ്രശ്നം പ്രത്യയശാസ്ത്രപരമായ ഒരു പാർട്ടി ഇല്ലാതായി എന്നുള്ളതാണ്. ഒരു നേതാവ് മാറി വേറെ നേതാവ് വരുമ്പോൾ പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ആ നേതാവ്, പുതിയ നേതാവ് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ നേതാക്കന്മാരും മാറിയിട്ടുണ്ട്. ഇപ്പൊ EMS ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന ഒരു നേതാവായിരുന്നു EMS. അത് കഴിഞ്ഞ് പിന്നെ സഖാവ് നായനാർ വന്നു, അതിനുശേഷം PS വന്നു, പിണറായി വിജയൻ വന്നു, ഒക്കെ വന്നു. പക്ഷെ അവിടെയൊക്കെ ഒരു ആശയത്തിന്റെ പുറത്താണ് ഈ പാർട്ടി നിന്നിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു ആശയമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആളെ കൂടെ നിർത്താൻ പറ്റും. രണ്ടാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഴിമതിയാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുടെ സംഘടന രൂപപ്പെട്ടിട്ടുള്ളത്. ഒരാളെ തൊട്ടാൽ മറ്റവന് പെടും. അപ്പൊ പിണറായി വിജയനെ പിന്തുണച്ചാൽ നിങ്ങൾക്ക് എന്താ അഴിമതിയും ചെയ്യാം, എന്ത് തോന്നിവാസവും പറയാം. അപ്പൊ പിണറായി വിജയൻ പോയാൽ ഇതിന്റെ ഘടനയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ, കാരണം ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി വരെ പിണറായിയുടെ ആളെ വെച്ചേക്കണേ. ഇവര് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മറ്റു തരത്തിലുള്ളവർ എടുത്തിട്ട് അടിക്കും. ഇവര് മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയും തന്നെ മാറേണ്ടി വരും. മുകളിൽ മാറിയാൽ പോരാ, കാരണം അതിനനുസരിച്ച് ഈ ഘടന ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പൊ പിണറായി വിജയന് ശക്തിയില്ല എന്ന് തീരുമാനിച്ചാൽ അപ്പൊ MV ഗോവിന്ദൻ പോകും. ഇപ്പോൾ സെക്രട്ടറിയിൽ 90% ആളും പോകും. കാരണം ഇവരാരും പിണറായിക്കെതിരെ പറഞ്ഞിട്ടില്ല. പിണറായിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞൊരാളെ വേണ്ടി ലീഡറാക്കാൻ, അല്ലാണ്ട് ആരും ലീഡറാക്കും? ഇപ്പൊ പിണറായി 100% ന്യായീകരിക്കുന്ന ആളുകളെ നിങ്ങൾ ലീഡറാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പൊ സ്വരാജ് ഇപ്പോഴും പറയുന്ന പിണറായി കുറ്റം പറയാൻ പറ്റില്ല. പിണറായി കുറ്റം പറയില്ല, പിന്നെ ആരെ കുറ്റം പറയണം? സ്വരാജിനെ കുറ്റം പറയണം. അല്ല, പരാജയം സംഭവിക്കുമ്പോൾ മാത്രം കുറ്റപ്പെടുത്തൽ ശരിയല്ല എന്നുള്ളൊരു വാദം. അല്ല, അത് ഞാൻ ആ വാദം ഞാൻ സമ്മതിച്ചു. പരാജയം പറയുമ്പോൾ ശരിയല്ല, പക്ഷെ അതിന് ചോദ്യം വരുന്ന അവരുടെ നേരെ തന്നെയാണ്. ഈ പരാജയത്തിന് കാരണമായ കാര്യങ്ങളിലേക്ക് ഈ പാർട്ടി പോകുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങായിരുന്നു. സ്വരാജ് അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ മറുപടി പറയണ്ടേ? ഇത് പരാജയമുണ്ട്, ഇത് അല്ലെങ്കിൽ ഇവർക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ജനം ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചില്ല, ജനം ഞങ്ങളെ വീണ്ടും ജയിപ്പിക്കുന്ന ഞങ്ങൾ വിചാരിച്ചേ. എങ്കിലും ഇവർ പരമപൊട്ടന്മാരാണ്. നമ്മളൊക്കെ വളരെ മുമ്പേ പറയുന്നു, ജനം നിങ്ങൾക്കെതിരാണ്, നിങ്ങൾക്ക് വലിയ നെഗറ്റീവുണ്ട്, നിങ്ങളുടെ പ്രചരണ രീതി ശരിയല്ല, നിങ്ങളുടെ സമീപന രീതി ശരിയല്ല, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ട്. ഇത് പറയുമ്പോൾ ഇത് അംഗീകരിക്കാതിരിക്കുകയും പിണറായി പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടി പറയുന്നതാണ് ശരി എന്ന് വാദിച്ച ആളുകളല്ലേ. അപ്പൊ ആരെ ബാക്കി നിലനിർത്താൻ പറ്റും? സത്യസന്ധമായി
ആശയപരമായി പാർട്ടിയിൽ നിന്ന് ഒരു നേതാവിന്റെ പേര് പറയൂ, അയാൾക്കല്ലേ മാറാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു VS ഉണ്ടായിരുന്ന ഒരു കാലത്ത് പാർട്ടിയിലെ പ്രശ്നങ്ങൾക്കെതിരെ VS നിലപാടെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായും VS ലീഡർഷിപ്പിൽ വരണം എന്ന് ആഗ്രഹിച്ചു. ഇതിന്റെ പ്രായമൊക്കെ പ്രശ്നമുണ്ട്. VS ലീഡർഷിപ്പിൽ വരണം എന്ന് വിചാരിച്ച ആളുകളുണ്ട്. VS വന്നിരുന്നുവെങ്കിൽ ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ച ആളുകളുണ്ട്. ഇനിയിപ്പോൾ ആരെ മാറുക? കാരണം VS അന്ന് ശക്തമായി പിണറായിയുടെ നയങ്ങൾക്കെതിരായി നിന്നിരുന്നു. ഇന്നിപ്പോൾ ആരുമില്ല. അപ്പം ആര് ഈ ലീഡർഷിപ്പ് മാറുന്നതിന് ആര് മാറുന്നേ? ഇവിടെ കേരളത്തിൽ നിന്ന് ആൾ തന്നെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞു, നേരത്തെ ആരോ പറഞ്ഞു, പോളിറ്റ് ബ്യൂറോയിലെ വിജു കൃഷ്ണനെ പോലെയുള്ള കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാർ. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, സിനിമയിൽ ഈ സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നുണ്ടല്ലോ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് വരും എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ആരുണ്ട് ഇപ്പോൾ? ബംഗാളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും? എവിടെയുള്ള ആള്? അപ്പം ആര് നേതൃമാറ്റം എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കണം, പിണറായി കഴിഞ്ഞാൽ പിന്നെ ആര്? വേണമെങ്കിൽ ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് വയ്ക്കാം. പക്ഷെ പ്രതിപക്ഷ നേതാവല്ല പ്രശ്നം. പിണറായിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇപ്പം നിൽക്കണേ, അട്ടിമുട്ടി. പിണറായി പോയാൽ ഈ സംഘടന അട്ടിമുട്ടി തകരും. അപ്പം എന്ത് സംഭവിക്കും? ഇപ്പം ഇതൊന്നും അല്ലാത്ത കുറേ ആളുകൾ കയറി വരും. ഇപ്പം MP ഗോവിന്ദന് വരെ M സ്വരാജ് വന്നാൽ ഈ പാർട്ടിക്ക് എന്താ ഗുണമുണ്ടാവുക? MP ഗോവിന്ദന് അല്ലാതെ M സ്വരാജിന് എന്ത് പറയാൻ പറ്റും? M സ്വരാജിന് എന്താ പ്രത്യേകതയുള്ളത്? അയാൾ എപ്പോഴതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചേ? അപ്പൊ കറക്ഷൻ ഒരുപക്ഷെ ഗോവിന്ദന്റെ മകൻ ചിലപ്പോൾ വന്നാൽ ശരിയാവും. കാരണം എന്താ വെച്ചാൽ ഗോവിന്ദന്റെ മകൻ ഗോവിന്ദനോട് ഇത്രയെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു ജനറേഷൻ വരുമോ? കേവലം ആള് മാറുന്നതല്ല. ഇപ്പം ഈ ഇവരുടെയൊക്കെ ശരീരഭാഷയുടെയും ഭാഷയുടെയും പ്രശ്നം എന്താ? ഇവരൊക്കെ പഴയ കാലത്ത് അങ്ങനെ ശീലിച്ചു വന്നതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞ് ഇവർക്ക് വേറെ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു ജനറേഷനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അവർക്ക്. പുതിയ ജനറേഷൻ ഇവർക്ക് എനർജൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ ഇപ്പം നോക്കിക്കോളൂ, ചെറിയ യൂത്ത് ലീഡേഴ്സിനെ എടുക്കൂ. എല്ലാ യൂത്ത് ലീഡേഴ്സും ഇനി പിണറായിയാണ്. പിണറായി പറയുന്ന പോലെ ഇങ്ങനെ കെട്ടിച്ച് പിടിച്ച് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന അതാണോ രാഷ്ട്രീയം? അതല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയം ജൈവമാണ്, ഓർഗാനിക്കാണ്. നിങ്ങൾ കാണാപ്പാദം പഠിച്ചു വെച്ചു എന്ന് പ്രധാനം പറയലല്ല രാഷ്ട്രീയം. പക്ഷെ ഇപ്പൊ എല്ലാവരും പിണറായിസത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ യുക്തി, നമ്മുടെ യുക്തിയാണ് എല്ലാം എന്ന് നമ്മൾ വിചാരിക്കുന്ന തെറ്റാണത്. ലോകത്ത് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ 2000 പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയണമെന്ന്. 2000 പറഞ്ഞ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇറലവൻ്റാണ്. അതാണ് ഇവർക്ക് സംഭവിച്ചത്. ഇവർക്ക് പുതിയ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ജനറേഷനെ എനർജൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവരുടെ സ്വതന്ത്ര ചിന്ത അസ്തമിച്ചിരിക്കും. ലോക്കഡാണ് ഇവരുടെ ബുദ്ധി, ഇവരുടെ യുക്തി ലോക്കഡാണ്. അതിൽ നിന്ന് മാറി വന്നാൽ മാത്രമേ ആര് നേതാവായാലും കുഴപ്പമില്ല, ആ യുക്തിയിൽ നിന്ന് മാറണം, ആ ഭാഷയിൽ നിന്ന് മാറണം. ശരീരഭാഷയും സംസാര ഭാഷയും.